ദൈവ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകമെമ്പാടും രക്ഷകനായ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ ചുമതലയുള്ള വ്യക്തി എന്ന നിലയിലും സഭയുടെ ദൃശ്യ മാധ്യമ സംവിധാനങ്ങളുടെ വൈസ് പ്രസിഡൻറ്റ് എന്ന നിലയിലും എല്ലാ പ്രേക്ഷകർക്കും എല്ലാ വിശ്വാസികൾക്കും പുനരുത്ഥാനത്തിൻ്റെ സന്തോഷം ആശംസകൾ ആദ്യമേ നേരുന്നു. വിസ്മയസഹിതം ഖബർ തുറന്നു മരണത്തെ കീഴടക്കിക്കൊണ്ട് പ്രപഞ്ചത്തെ നാശത്തിൻ്റെ പാതയിൽ നിന്ന് ഉദ്ധരിച്ചു പ്രത്യാശ നൽകി നാശത്തിലും മരണത്തിലും ആണ്ടുകിടന്ന ആദാമിനെയും അവൻ്റെ സന്തതികളെയും നിത്യതയിലേക്ക് ദൈവീകതയിലേക്ക് തിരിച്ചു വിളിച്ചു. ഇതാണ് പുനരുത്ഥാന പെരുന്നാൾ അഥവാ ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് തോന്നുന്നു. മനുഷ്യകുലത്തിൻ്റെ പാപത്തോടുള്ള അഭിനിവേശത്തിൽ നിന്ന് അവനെ രക്ഷയുടെ പാതയിലേക്ക് തിരിക്കുക. ഒരു ജീവിതം കൊണ്ട് അഥവാ ദൈവം മനുഷ്യനായി തീരുക എന്ന പ്രക്രിയയിലൂടെ വിശുദ്ധ തൃത്വത്തിലെ പൂർണ്ണ മനുഷ്യനായി തീർന്ന, വേദശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ രണ്ടാമത്തെ ആളത്വം എന്ന് പറയുന്ന പുത്രൻ തമ്പുരാൻ ചെയ്തതായ വലിയ ശുശ്രൂഷ, വലിയ രക്ഷാകരമായ കർമ്മം ഇതായിരുന്നു. വേദശാസ്ത്ര ചിന്തകൾ അപ്പുറമായിട്ട് എന്താണ് ഈ പുനരുത്ഥാന പെരുന്നാളിൽ നമുക്ക് കരണീയമായിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് പ്രയോജനകരമായിരിക്കും. അതിശീഘ്രമായി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചം, രാഷ്ട്രങ്ങളും സമൂഹങ്ങളും പ്രസ്ഥാനങ്ങളും അനുനിമിഷവും പുതിയ പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ പുതിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ അവിടെ അടിസ്ഥാനപരമായി താത്വികമായി എന്നും നിലനിൽക്കുന്നതായ ചൈതന്യവത്തായ ചില ഭാവങ്ങളുണ്ട്. അത്തരത്തിലുള്ള ലോകം മുഴുവൻ ജാതി മതഭേദമന്യേ അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് ദൈവം മനുഷ്യനായി ഇമ്മാനുവേൽ എന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് കൂടെ, അങ്ങനെ നമ്മോട് കൂടെ ആയിരുന്ന് മനുഷ്യൻ്റെ വ്യതകളും മനുഷ്യൻ്റെ വിവിധ തരത്തിലുള്ളതായ പ്രലോഭനങ്ങളും എല്ലാം കണ്ട് അതിലൂടെ ജീവിച്ച് അതിൻ്റെ ഏറ്റവും പാരമ്യമായ അനുഭവത്തിൽ കടന്നുപോയി ഒടുവിൽ ക്രൂശീകരണം വരെ എത്തി ഖബറിൽ പാർത്തു. അതിനുശേഷമാണ് വിസ്മയകരമായി ഖബർ തുറന്ന് പാതാളത്തെ മോചിപ്പിച്ച് ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് നൽകുന്ന ഏതാനും സന്ദേശങ്ങൾ ഏറ്റവും ചുരുക്കമായി പ്രതിപാദിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വ്യക്തി ജീവിതത്തിൽ ഈ ഉത്ഥാനത്തിന് ഒരു വലിയ അർത്ഥമുണ്ട്.
നിരാശയുടെ അനുഭവങ്ങളിൽ എനിക്ക് ഒന്നിനും സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഞാൻ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവനാണ്, ഞാൻ ബലഹീനനാണ്, സമൂഹം എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു, സഭ എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു, ഇന്നുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു, ഇങ്ങനെ പരിദേവനങ്ങൾ കൊണ്ട് നാം എങ്ങും എത്തുന്നില്ല. എന്നാൽ മറിച്ച് ക്രിസ്തുവിലുള്ള ഒരു പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയിൽ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. പെട്ടെന്ന് ഓർക്കുന്നത്, ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജാതീയതയുടെ പേരിൽ വേർതിരിക്കപ്പെട്ട് ഏകദേശം 2 വർഷത്തിലധികം ഒളിസങ്കേതത്തിൽ പാർക്കുകയും പിന്നീട് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വന്ന ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടിയെ ഒരുപക്ഷെ നമുക്കറിയാമായിരിക്കും. അവൾ എഴുതിയ ഒരു ജീവചരിത്രം ഉണ്ട്, ഡയറി ഓഫ് എ യങ് ഗേൾ. വിശ്വപ്രസിദ്ധമായ ആ ഗ്രന്ഥത്തിൽ അവൾ പലപ്പോഴും പ്രചോദനം ഉൾക്കൊള്ളുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ്, യേശുക്രിസ്തുവിൽ നിന്നാണ്. അപ്പോൾ അവൾക്ക് പുനരുത്ഥാനത്തിൻ്റെതായ ഒരു സന്ദേശം, ഇവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ, ഇത് ഒരു ആൻ ഫ്രാങ്കിന് മാത്രമല്ല, അനേകം കഥാപാത്രങ്ങളെ, ഈ വിധത്തിലുള്ള കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഈ അടുത്ത കാലത്തെ അനുഭവത്തിൽ മലാല യൂസഫ്സായി, ഞാൻ വളരെ പ്രത്യേകമായ സാഹചര്യത്തിൽ ജനിക്കപ്പെട്ട, ഇന്ന വീതത്തിൽ ജീവിക്കുവാനായിട്ട് വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുകയല്ല അവൾ ചെയ്തത്. മറിച്ച് ലഭ്യമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട്, ലഭ്യമായ പരിമിതമായ സന്ദർഭങ്ങളിൽ നിന്നുകൊണ്ട് പറയുവാനുള്ളത് ലോകത്തെ അറിയിക്കുവാനും അനീതികൾക്കെതിരെ വലിയ യുദ്ധം നയിക്കുവാനും കേവലം 14 വയസ്സിൽ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞു. അപ്പോൾ വ്യക്തി ജീവിതത്തിൽ ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവനോടൊപ്പം കഷ്ടത അനുഭവിച്ച്, അവനോടൊപ്പം മരിച്ച്, അവനോടൊപ്പം ഉയർക്കപ്പെടുവാനുള്ളതായ ആ ഒരു ധൈര്യം, പ്രചോദനം നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്നവരിൽ നിരാശരോ ബലഹീനരെന്ന് ചിന്തിക്കുന്നവരോ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരോ ഒക്കെ ഉണ്ടാകാം. അവർ ഓർക്കേണ്ടുന്നത്, ക്രിസ്തുവിൽ ഒരു പുനരുത്ഥാനം നമുക്കുണ്ട്. അത് മരണത്തിന് ശേഷം മാത്രമല്ല, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള സന്ദേശമാണ് അവർക്ക് നൽകുവാനുള്ളത്. സമൂഹമായും സഭയായും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ വ്യാഖ്യാനിക്കുക മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വിവർത്തനം ചെയ്തു കൊടുക്കേണ്ടതായ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അനീതി നിറഞ്ഞു നിൽക്കുന്നതായ കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ ക്രിസ്തുവിനോടൊപ്പം, ക്രിസ്തുവിന് വേണ്ടി, നീതിക്ക് വേണ്ടി മരിക്കുവാനുള്ള ചങ്കൂറ്റം നാം ആർജിക്കണം. അങ്ങനെ ഒരു മരണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രതീക്ഷയുടെ പുതിയ തുറമുഖങ്ങളിലേക്ക് നമുക്കെത്തുവാൻ കഴിയുന്നത്. ഇതിനും ഒരുപാട് ഉദാഹരണങ്ങൾ, സമൂഹമായി നന്മയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നവരുടെ അനേകം ഉദാഹരണങ്ങൾ നാം കാണുന്നതാണ്. അത്തരത്തിൽ ധർമ്മയുദ്ധം നയിച്ച ഒരു വലിയ വ്യക്തിയാണ് വെനിസ്വേലയിൽ ഈ അടുത്ത കാലത്ത് നമ്മോട് യാത്ര പറഞ്ഞത്. അപ്പോൾ എൻ്റെ ശക്തി എത്ര, എൻ്റെ സമൂഹം ചെറുതാണോ വലുതാണോ, എൻ്റെ രാഷ്ട്രത്തിന് രാസായുധങ്ങളുണ്ടോ ആണവായുധങ്ങളുണ്ടോ, ഇതൊന്നുമല്ല. മറിച്ച് ധാർമ്മികമായി പറയേണ്ടടുത്ത് പറയുവാനുള്ള ധൈര്യവും ഉത്തരവാദിത്വവും എനിക്കുണ്ട്. അതിനാണ് ഞാൻ ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം രാഷ്ട്ര നേതാക്കന്മാർക്ക്, സമൂഹ നേതാക്കന്മാർക്ക്,
സഭാ നേതാക്കന്മാർക്ക് ഉണ്ടാകേണ്ടുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ ഈസ്റ്റർ സമയത്ത് ആഗോള സഭകളിൽ പുതിയ നേതാക്കന്മാർ എത്തിയിരിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് ഒരു ജസ്യൂട്ട് പിതാവ് തൻ്റെ വ്യക്തിജീവിതം കൊണ്ട്, തൻ്റെ ദർശനങ്ങൾ കൊണ്ട്, പാവപ്പെട്ടവരോടുള്ള തൻ്റെ സമീപനങ്ങൾ കൊണ്ട് മിഴിവാർന്ന ചിത്രം നൽകിയ ലാറ്റിൻ അമേരിക്കയുടെ, പ്രത്യേകിച്ച് അർജന്റീനയുടെ ശ്രേഷ്ഠ ഇടയൻ ഗ്യോർഗ് മറിയോ, അദ്ദേഹം ഫ്രാൻസിസ് ഒന്നാമൻ എന്ന പേരിൽ ഇന്ന് ലോക കത്തോലിക്കാ സഭയുടെ സാഹോദര്യ ബന്ധത്തിൽ പറയുമ്പോൾ ആഗോള ക്രൈസ്തവ സമൂഹത്തിൻ്റെ പരമോന്നത നേതാവ് എന്ന സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ ലഭ്യമാകുന്നൊരു സന്ദേശം ഇതാണ്: പാവപ്പെട്ടവരോടൊപ്പം സഭ ഉണ്ട് എന്ന് തന്നെയാണ്. ധാരാളിത്വത്തിനും ധൂർത്തിനുമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പാതയിലൂടെ സമൂഹത്തെ നയിക്കുവാനുള്ള ഉത്തരവാദിത്വം സഭകൾക്കുണ്ട് എന്ന വലിയ സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. നമ്മുടെ സഹോദരി സഭയായ ഈജിപ്ഷ്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക്, കോപ്റ്റിക് സഭയ്ക്ക് ഒരു പുതിയ അധ്യക്ഷനെ കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ചും വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും കേൾക്കുവാൻ കഴിയുന്നത്. ഈ സന്ദർഭത്തിൽ ഈജിപ്ഷ്യൻ സഭയ്ക്കും ത്രവാദോസ് രണ്ടാമൻ പിതാവിനും നമുക്ക് ആശംസകൾ അറിയിക്കുകയും ആ സഭയും ആ ദൗത്യത്തിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സഹോദരി സഭയായ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയിലും ശ്രേഷ്ഠനായ അബൂന പൗലൂസ് കാലം ചെയ്തതിന് ശേഷം ഒരു പിതാവിനെ, മത്തിയാസ് പിതാവിനെ ലഭിച്ചിരിക്കുകയാണ്. ആ സഭയ്ക്കും ആശംസകൾ നമുക്ക് നേരാം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഈ വാഴ്ചകളിലൊക്കെയും മലങ്കര മെത്രാപ്പോലീത്തായും പൗരസ്ത്യ കാതോലിക്കായുമായ നമ്മുടെ പിതാവ് മോറോന്മാർ ബസേലിയോസ് മാർത്തോമാ പൗലൂസ് ദിദിയൻ ബാവ തിരുമനസ്സുകൊണ്ട് ചെന്ന് സംബന്ധിക്കുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. ഇതും വളരെ ആഴമായ അർത്ഥങ്ങളുള്ള ഒരു കാൽവെപ്പാണ്. നീതിക്ക് വേണ്ടി സഭ, സമൂഹം, മതങ്ങൾ ഒന്നിച്ചു വരേണ്ടുന്നതായ ഒരു കാലഘട്ടത്തിൽ ഇന്ന് നാം എത്തി നിൽക്കുന്നു. വിവിധങ്ങളായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്, വംശീയ പ്രശ്നങ്ങളുണ്ട്, ഗുരുതരമായ വ്യാവസായിക, സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവം ഉണ്ടാക്കുന്നതല്ല, വഴിവിട്ട വികസന പദ്ധതികളിലൂടെ മനുഷ്യൻ മുന്നോട്ട് കുതിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അപകടങ്ങളാണ്. എന്നാൽ അതിനെ പരിഹരിക്കുവാനും ഈ സമൂഹത്തിനാണ് ഉത്തരവാദിത്വമുള്ളത്. ക്രിസ്തുവിലേക്ക് നോക്കി, ജീവിക്കുന്ന വചനത്തിലേക്ക് നോക്കി ഈ വിഷയങ്ങൾക്ക് മറുപടി കണ്ടെത്തുവാൻ ലോകത്തിനെ മുഴുവൻ എപ്പോഴും പുനരുത്ഥാനത്തിൻ്റെ പ്രതീക്ഷ, പ്രത്യാശ നൽകുവാൻ സഭാ സമൂഹങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. മാനവികതയെ നേർവഴിയിലേക്ക് നടത്തുക എന്നുള്ള ആ വലിയ ദൗത്യത്തിനെ എല്ലാവർക്കും സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം അതിനെ എല്ലായ്പ്പോഴും നമുക്ക് ശക്തി നൽകട്ടെ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ, അവനിൽ ഇരിക്കേണ്ടതിനെ അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും നമുക്ക് തിരിച്ചറിയാം. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ആർജവം, പ്രത്യാശ, സ്നേഹം, സന്തോഷം നമ്മോടുകൂടി സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നമുക്ക് സ്തുതി കരേറ്റാം.